എല്ലാവർക്കും AJD അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെഡറൽ ബാങ്ക് നൽകുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ്. ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. MBBS, BDS, BVSC, BE, BTech, BArc, BSc Nursing, BSc Agriculture, MBA, PGDM ഫുൾ ടൈം എന്നീ കോഴ്സുകളിൽ 2025-26 വർഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടകം, കേരളം, മഹാരാഷ്ട്രം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. വീരമൃത്യു വരിച്ച സായുധ സേനാ അംഗങ്ങളുടെ ആശ്രിതർ, കാഴ്ച, സംസാര, കേൾവി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തുടങ്ങിയവർക്കും അപേക്ഷിക്കാം. ട്യൂഷൻ ഫീസ് മറ്റ് ചെലവുകളും ഉൾപ്പെടെ വർഷം 1 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കും. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കവിയരുത്. സേവനത്തിലിരിക്കെ മരിച്ച ജവാന്മാരുടെ ആശ്രിതർക്ക് വാർഷിക വരുമാന വ്യവസ്ഥ ബാധകമല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും എന്നാൽ പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിനായി ഫെഡറൽ ബാങ്ക് നൽകുന്ന ഒരു പ്രധാന സ്കോളർഷിപ്പാണിത്. ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപകനായ KP ഹോർമിസിന്റെ സ്മരണാർത്ഥം നൽകുന്ന ഈ സ്കോളർഷിപ്പ് 2025-26 അധ്യയന വർഷം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 1-ാം വർഷ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ളതാണ്. പ്രധാനപ്പെട്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം. അപേക്ഷകർ കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരായിരിക്കണം. 2025-26 അധ്യയന വർഷം 1-ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കണം. സർക്കാർ എയ്ഡഡ്, സർക്കാർ അംഗീകൃത സ്വാശ്രയ ഓട്ടോണമസ് കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയവരായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പ്രത്യേക പരിഗണന ലഭിക്കുന്ന വിഭാഗങ്ങൾ: വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങളുടെ ആശ്രിതർ. ഈ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വാർഷിക വരുമാന പരിധി ബാധകമല്ല. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ, സംസാരം, കാഴ്ച, കേൾവി പരിമിതി വിദ്യാർത്ഥികൾക്ക് മുകളിൽ ലിസ്റ്റ് ചെയ്ത പ്രൊഫഷണൽ കോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ബിരുദ കോഴ്സുകൾക്കോ പ്രവേശനം ലഭിച്ചിട്ടാണെങ്കിൽ അപേക്ഷിക്കാം. ഓരോ വിഭാഗത്തിലും ഒരു സീറ്റ് ശാരീരിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികളായി നീക്കിവച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും പൂർണ്ണമായും തിരികെ നൽകുന്നതാണ്. ഒരു വർഷം പരമാവധി 1 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. ഇതിനു പുറമെ കോഴ്സ് കാലയളവിൽ ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് വാങ്ങുന്ന സഹായം ലഭിക്കും. ലാപ്ടോപ്പിന് പരമാവധി 40,000 രൂപയും ടാബ്ലറ്റിന് പരമാവധി 30,000 രൂപയാണ് ലഭിക്കുക. ഈ തുക 1 ലക്ഷം രൂപ എന്ന വാർഷിക പരിധിക്കുള്ളിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി ഓൺലൈനായി മാത്രമാണ് സമർപ്പിക്കേണ്ടത്. അതിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അപ്ലോഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തെല്ലാമാണ്. വിദ്യാർത്ഥിയുടെ ഫോട്ടോ പാസ്പോർട്ട് സൈസാണ്. JPEG ഫോർമാറ്റ് ആയിരിക്കണം. 500 KB താഴെ. അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ അഡ്മിഷൻ മെമ്മോ ഉണ്ടാവണം. കോളേജിൻ്റെ ഫീസ് ഘടന, കോഴ്സ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയും. യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഷീറ്റുകൾ, +2 അല്ലെങ്കിൽ ഡിഗ്രി. കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും ID പ്രൂഫും അഡ്രസ് പ്രൂഫും, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ. ഇപ്പോൾ ഫോട്ടോ വഴിയുള്ള എല്ലാ രേഖകളും PDF ഫോർമാറ്റിലായിരിക്കണം. പരമാവധി 300 KB വലിപ്പം. ഇനി നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി നോക്കാം. യോഗ്യതാ പരീക്ഷയിലെ മാർക്കിൻ്റെയും വരുമാന പരിധിയുടെയും അടിസ്ഥാനത്തിൽ
അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ രേഖാപരിശോധനയ്ക്കും ഒരു ഇൻട്രാക്ഷനും മീൻസ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ബാങ്കിൻ്റെ സോണൽ ഓഫീസിലേക്ക് ക്ഷണിക്കപ്പെടും. യോഗ്യതാ പരീക്ഷയുടെയും മാർക്കിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ലിസ്റ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഓക്കെ, താങ്ക് യു.